ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടി നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സുധീഷ് നിധിയോട് നുണ പറഞ്ഞതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് റോഡ് സൈഡിലൂടെ നടന്നു വരികയാണ് സുഭാഷും ഹരീഷും. സുഭാഷ് പറയുന്നു, നിധി എല്ലാ സത്യങ്ങളും അറിഞ്ഞത് നന്നായി, അല്ലെങ്കിൽ നമ്മളും സുധീഷിന്റെ ഒപ്പം ഒന്നും മിണ്ടാതെ നിന്ന് നിധിയെ ചതിക്കുന്നത് പോലെ ആയേനെ. ഹരീഷ് പറയുന്നു, സുധീഷ് ഏട്ടന്റെ നുണ പറച്ചിൽ അവസാനിക്കില്ല, സ്വഭാവം അങ്ങനെയായി പോയി, ഇനിയും നുണ പറയും. ഈ സമയം അവിടേക്ക് വന്ന ഒരാൾ ചോദിക്കുന്നു, ഇവിടെ ധനശേഖരന്റെ വീട് അറിയുമോ നിങ്ങൾക്ക്? ദുബായിൽ നിന്ന് വന്ന സുഭാഷ് എന്ന് നോക്കിയിട്ട് ഹരീഷ് പറയുന്നു, അറിയില്ല. സുഭാഷിന്റെ വാ നമുക്ക് പോകാം. ഹരീഷിനെ തടഞ്ഞുകൊണ്ട് സുഭാഷ് പറയുന്നു, നിക്കടാ, അറിയാം. എന്താ കാര്യം? അയാൾ പറയുന്നു, ധനശേഖരന്റെ മകൾ സുനന്ദയെ എന്റെ വീട്ടിലെ പയ്യന് വേണ്ടി ആലോചിച്ചിരിക്കുകയാണ്. സുഭാഷ് ചോദിക്കുന്നു, ഓ, നിങ്ങളുടെ മകന് വേണ്ടിയാണോ ആലോചിച്ചിരിക്കുന്നത്? അയാൾ പറയുകയാണ്, അതെ, ദുബായിൽ വെച്ച് വിവാഹമെല്ലാം ഉറപ്പിച്ചതാ. പെണ്ണിന്റെ അച്ഛൻ ധനശേഖരൻ എന്റെ പയ്യന്റെ ഒപ്പമാണ് ജോലി ചെയ്യുന്നത്. എന്നാലും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണമൊക്കെ വേണ്ടേ? നിങ്ങൾക്ക് ധനശേഖരനെയും ആ കുടുംബത്തെ പറ്റിയും എന്തെങ്കിലും അറിയുമോ? ഹരീഷ് പറയുകയാണ്, കല്യാണമൊക്കെ ഫിക്സ് ചെയ്തില്ലേ, പിന്നെന്തിനാ ഇപ്പൊ വന്ന് അന്വേഷിക്കുന്നത്? പയ്യന്റെ അച്ഛൻ പറയുന്നു, ഇനിയും കല്യാണം നടന്നിട്ടില്ലല്ലോ, കല്യാണത്തിന്റെ നാട് കുറിച്ചിട്ടല്ലേ ഉള്ളൂ, അതാ ഒന്നുകൂടി അന്വേഷിക്കാമെന്ന് വിചാരിച്ചു വന്നത്. പെണ്ണെങ്ങനെയുള്ളതാ? ഹരീഷ് പെണ്ണെന്ന് പറയുമ്പോഴേക്കും കയ്യിൽ പിടിച്ച് സുഭാഷ് പറയുന്നു, പെൺകുട്ടി നല്ല കുട്ടിയാ, ആ കുടുംബവും നല്ലതാ, ഞങ്ങൾ അടുത്താ താമസിക്കുന്നത്. സുനന്ദയെ ചെറുപ്പം മുതലേ എനിക്കറിയാം, തങ്കം പോലത്തെ പെണ്ണ, നന്നായി പഠിക്കും, പാചകമൊക്കെ നന്നായി അറിയാം. നാട്ടില് ആ കുടുംബത്തിന് നല്ലൊരു പേരുണ്ട്. സുനന്ദയുടെ അച്ഛനും അമ്മയും അമ്മാവനും എല്ലാം നല്ല ആൾക്കാരാ. നല്ലൊരു കുടുംബത്തിലേക്കാണ് മകന് വിവാഹാലോചനയുമായി വന്നിരിക്കുന്നത്. ധൈര്യമായിട്ട് കല്യാണം നടത്താം. ശരി, താങ്ക് യു എന്ന് പറഞ്ഞ അയാൾ അവിടെ നിന്ന് പോകുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടൻ എന്തേ പറഞ്ഞത്? ആ കുടുംബമാണോ നല്ല കുടുംബം? ഈ ലോകത്തിലുള്ളതിൽ വെച്ചും ഏറ്റവും മോശപ്പെട്ട കുടുംബമാണത്. സുഭാഷ് പറയുന്നു, എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവരെല്ലാം നല്ല ആൾക്കാരല്ലേ? ഹരീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടൻ എന്താ വലിയ ത്യാഗിയാണോ? സുഭാഷ് പറയുകയാണ്, സുനന്ദ നല്ല പെൺകുട്ടിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, പിന്നെ എന്തിനാ സുനന്ദയെ പറ്റി മോശമായി പറയുന്നത്? ഹരീഷ് പറയുന്നു, എനിക്ക് സുഭാഷ് ഏട്ടനെ മനസ്സിലാകുന്നില്ല. സുഭാഷ് ഏട്ടന് സുനന്ദ ഇഷ്ടമായതുകൊണ്ടല്ലേ കല്യാണം കഴിക്കാൻ വേണ്ടി ക്ഷേത്രം വരെ പോയത്? സുനന്ദ വരാതെ നമ്മളെ ചതിച്ചു, എന്നിട്ട് സുഭാഷ് ഏട്ടന് സുനന്ദയോട് ദേഷ്യമില്ല. സുഭാഷ് ഏട്ടൻ ആ കുടുംബത്തെ പറ്റി നല്ല രീതിയിൽ പറയുന്നു, പക്ഷെ അവരോട് നമ്മുടെ കുടുംബത്തെ പറ്റി ചോദിച്ചാൽ എന്തായിരിക്കും പറയുക? നല്ല ഒരു വാക്കെങ്കിലും പറയുമായിരുന്നു. അങ്ങനെ തന്നെ സുഭാഷ് ഏട്ടനും പറഞ്ഞാൽ മതിയായിരുന്നു. കിട്ടിയ അവസരം മുതലാക്കി ഈ കല്യാണം മുടക്കണമായിരുന്നു, എങ്കിലേ സുഭാഷ് ഏട്ടന്റെ ജീവിതത്തിൽ നല്ലത് നടക്കും. അങ്ങനെ സുഭാഷിനെ കുറ്റപ്പെടുത്തി ഹരീഷ് സുഭാഷിനെയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് ജംഗ്ഷനിലേക്ക് വരുന്ന സുനന്ദയെ കെട്ടാൻ പോകുന്ന പയ്യന്റെ അച്ഛൻ ഭാസ്കറിനെ കാണുകയും ധനശേഖരനെയും കുടുംബത്തെ പറ്റി ചോദിക്കുകയുമാണ്. എനിക്ക് ആ കുടുംബത്തെ അറിയാമെന്ന് ഭാസ്കരൻ പറയുമ്പോൾ പയ്യന്റെ അച്ഛൻ പറയുകയാണ്, ധനശേഖരന്റെ മകൾ സുനന്ദയ്ക്ക് വേണ്ടി എന്റെ മകനെ കല്യാണം ആലോചിച്ചിരിക്കുകയാണ്. പെണ്ണിനെ പറ്റിയും പെണ്ണിന്റെ കുടുംബത്തെ പറ്റിയും അന്വേഷിക്കാൻ വേണ്ടി വന്നതാ. ഭാസ്കരൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് വേറെ എങ്ങൊന്നും പെണ്ണിനെ കിട്ടിയില്ലേ? വളരെ മോശപ്പെട്ട കുടുംബമാണ് അവരുടേത്. ആ പെണ്ണിന്റെ അച്ഛൻ ദുബായിൽ എന്ത് ജോലിയായിരുന്നു എന്ന് ആർക്കറിയാം? ചിലപ്പം ജയിലിലായിരുന്നായിരിക്കും. ആ പയ്യന്റെ അച്ഛൻ പറയുന്നു, അയ്യോ, അങ്ങനെയൊന്നുമില്ല, എന്റെ മകനും ധനശേഖരനും ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ഭാസ്കരൻ പറയുകയാണ്, ഒരുമിച്ച് ജോലി ചെയ്താൽ അയാൾ നല്ലവനാകുമോ? ഞാൻ ജനിച്ച നാൾ മുതലേ ധനശേഖരനെ കാണുന്നതല്ലേ, വളരെ മോശപ്പെട്ട ഒരു കുടുംബമാണത്. ഞങ്ങള് ബന്ധുക്കളാ, പക്ഷെ അവരുമായിട്ട് ഒരു ബന്ധവും വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ അകറ്റി നിർത്തിയിരിക്കുക. അങ്ങനെയുള്ളൊരു വീട്ടിൽ ജനിച്ച ആ പെണ്ണ് നല്ലവളാകാൻ വഴിയൊന്നുമില്ലല്ലോ. എനിക്ക് അറിയാത്തത് കൊണ്ട് ചോദിക്കുക, നിങ്ങൾക്ക് ഈ നാട്ടിൽ വേറെ പെണ്ണിനെ ഒന്നും കിട്ടിയില്ലേ? പയ്യന്റെ അച്ഛൻ പറയുന്നു, ഞാൻ അന്വേഷിച്ചതിൽ നിന്നും എല്ലാവരും നല്ല അഭിപ്രായമാണല്ലോ പറഞ്ഞത്. ഭാസ്കരൻ പറയുകയാണ്, ആരാ പറഞ്ഞത്? അവനെ എന്റെ മുന്നിൽ കൊണ്ടുപോവാ. നിങ്ങളുടെ മകന് വേറെ എവിടെയെങ്കിലും നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിക്കുക, എനിക്ക് അതേ പറയാനുള്ളൂ. ഈ സമയം അവിടേക്ക് വന്ന സുഭാഷ് ചോദിക്കുന്നു, അച്ഛാ, എന്താ ഈ പറയുന്നത്? പയ്യന്റെ അച്ഛൻ പറയുകയാണ്, ഞാനിപ്പം ഇയാളോട് സംസാരിച്ചിട്ടാ വന്നത്. ആ കുടുംബത്തെ പറ്റിയും ആ പെൺകുട്ടിയെ പറ്റിയും എല്ലാം ഇയാൾ നല്ലതാണ് പറഞ്ഞത്. ഭാസ്കരൻ ചോദിക്കുന്നു, ആരിവനോ? എന്തിനാണ് ആ കുടുംബത്തെ പറ്റി നല്ലത് പറഞ്ഞത്? ലളിതയെ പറ്റി നിനക്ക് അറിയത്തില്ലേ? അവൾ എന്ത് മോശമായാ നമ്മളോടൊക്കെ സംസാരിക്കാറ്? സുഭാഷ് പറയുന്നു, അച്ഛാ, ഒന്നും മിണ്ടാതിരിക്കാമോ? അങ്ങനെയൊന്നുമില്ല, ഇതെന്റെ അച്ഛനാ, കുടിച്ചിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയുക, തെറ്റിദ്ധരിക്കരുതേ. ഭാസ്കരൻ പറയുന്നു, എടാ, ഞാൻ കുടിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞത് സത്യമാണ്. ഈ നാട്ടിൽ ആരോട് വേണമെങ്കിലും ചോദിച്ചോ. സുഭാഷ് പറയുന്നു, അച്ഛൻ അച്ഛന്റെ ജോലി നോക്കി പോയെ, ചേട്ടൻ ഇങ്ങോട്ട് വാ. അങ്ങനെ ആ പയ്യന്റെ അച്ഛനെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ് സുഭാഷ്. ചേട്ടാ, അച്ഛൻ പറയുന്നത് പോലെ ഒന്നുമില്ല, അച്ഛൻ കുടിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ധനശേഖരന്റെ കുടുംബവുമായി ഞങ്ങൾക്ക് ബന്ധമുണ്ട്, അച്ഛനും ആ കുടുംബവുമായി ചില കുടുംബ പ്രശ്നങ്ങളും ഉണ്ട്, അതുകൊണ്ടാ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ആ പെണ്ണ് നല്ല പെൺകുട്ടിയാ, നല്ല കുടുംബവും. പെണ്ണിന്റെ അച്ഛനെ നിങ്ങളുടെ മകൻ അറിയാമെന്നല്ലേ പറഞ്ഞത്, പിന്നെന്താ? അച്ഛൻ പറഞ്ഞതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. കല്യാണമെല്ലാം നിശ്ചയിച്ചുറപ്പിച്ചിട്ട് ഇങ്ങനെ അന്വേഷിച്ച് നടക്കാതെ നല്ല രീതിയിൽ കല്യാണം നടത്താൻ നോക്ക്. സത്യമായിട്ടും ആ പെൺകുട്ടി നല്ലവള, ഒരു കുറവും പറയാനില്ല. ശരി, ഞാൻ വരട്ടെ എന്ന് പറഞ്ഞ് പയ്യന്റെ അച്ഛൻ അവിടെ നിന്ന് പോവുകയാണ്. ഭാസ്കരൻ ദേഷ്യത്തോടു കൂടി സുഭാഷിനോട് സംസാരിക്കുകയാണ്, നീ എന്തിനാണ് ആ കുടുംബത്തെ പറ്റി നല്ലത് പറയുന്നത്? ആ പെണ്ണ് നിന്നെ കാണാൻ വേണ്ടി പിൻവഴിയെ കയറി വരുന്നതല്ലേ? നീ ഒരാണല്ലേ
മാത്രമല്ലടാ, നിന്റെയും നിന്റെ അനിയന്മാരെയും സ്റ്റേഷൻ വരെ കൊണ്ടുപോയി നാണം കെടുത്തിയവരല്ലേ അവര്. അതെല്ലാം നീ മറന്നോ? സുഭാഷ് പറയുന്നു, കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കച്ചാ. എന്ത് വേണമെങ്കിലും നടക്കട്ടെ, പക്ഷേ ഒരു പെൺകുട്ടിയെ പറ്റി മോശമായി പറയാൻ പാടില്ല. ഇങ്ങനെ സംസാരിക്കുന്നതിന് അച്ഛന് തന്നെ നാണക്കേട് തോന്നുന്നില്ലേ? അച്ഛൻ വീട്ടിൽ പോകാൻ നോക്ക്. എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാകില്ലടാ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടുകൂടി ഭാസ്കരൻ അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് വീട്ടിലേക്ക് വന്ന ഭാസ്കരൻ സുഭാഷിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ നികേഷും നിധിയും ഭാസ്കരനെ ശ്രദ്ധിക്കുകയാണ്. അരികിലേക്ക് ചെന്ന് നിധി ചോദിക്കുന്നു, അച്ഛൻ ആരെ ഈ വഴക്ക് പറയുന്നത്? ഭാസ്കരൻ പറയുന്നു, എന്റെ മൂത്ത മകനെ സുഭാഷിനെ. ആ സുനന്ദ പെണ്ണിന് കല്യാണം ആലോചിച്ച ഒരു വീട്ടുകാരില്ലേ, ആ വീട്ടിൽ നിന്നൊരാള് പെണ്ണിനെ കുറിച്ച് അന്വേഷിക്കാൻ ജംഗ്ഷനിൽ വന്നിരുന്നു. നിശ്ചയത്തിന്റെ തീയതി കുറിക്കുന്നതിന് മുമ്പ് അവസാനത്തെ ഒരു അന്വേഷണം ഉണ്ടല്ലോ, വന്നു പെട്ടതോ എന്റെ മുന്നില്. ഞാൻ ആ സുനന്ദയെ കുറിച്ചും അവളുടെ കുടുംബത്തെ കുറിച്ചുമുള്ള സത്യങ്ങളെല്ലാം പറഞ്ഞു. ഇത് കേട്ടോണ്ട് അവിടേക്ക് വന്ന സുഭാഷ് എന്നോട് ദേഷ്യപ്പെട്ട് അയാളെ മാറ്റി നിർത്തി ആ കുടുംബത്തെ പറ്റിയും സുനന്ദയെ പറ്റിയും നല്ലത് പറഞ്ഞിരിക്കുന്നു. ആ പെണ്ണ് തങ്കമാണ്, അവളുടെ അമ്മ വൈരമാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ആ വീടിനെ പറ്റിയും വീട്ടുകാരെ പറ്റിയും അവന് നന്നായി അറിയില്ലേ, പിന്നെ ആ കുടുംബത്തെ പറ്റി ഇങ്ങനെയൊക്കെ പറയാൻ അവൻ എങ്ങനെ തോന്നി? ഈ വീടിന്റെ പിൻവഴി വന്ന് സുഭാഷേട്ടാന്ന് വിളിച്ച് സുഭാഷേട്ടനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം വീട്ടുകാര് തീരുമാനിച്ച ഏതോ ഒരുത്തനെ കെട്ടാനായി പോവുകയാണ് അവള്. ഇവനെ പോലെ ഒരുത്തൻ എനിക്ക് മകനായി വന്ന് ജനിച്ചല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി അകത്തേക്ക് പോവുകയാണ് ഭാസ്കരൻ. നിധി ചോദിക്കുന്നു, നിന്റെ സുഭാഷേട്ടൻ ഇത്രയ്ക്ക് പാവമാണോ? അപ്പൊ നികേഷ് പറയുകയാണ്, ആ കല്യാണം നടക്കാത്തതില് സുഭാഷേട്ടന് വിഷമമൊക്കെ ഉണ്ട്, പക്ഷേ പുറത്ത് കാണിക്കില്ല. ഈ സമയം ഇവനൊക്കെ എന്ന് കല്യാണം നടക്കാനാണെന്ന് പറഞ്ഞ് ഭാസ്കരൻ പുറത്തേക്ക് പോവുകയാണ്. നിധി പറയുന്നു, സുഭാഷേട്ടൻ ഒരു വ്യത്യസ്തമായ ക്യാരക്ടറാണ്. സുഭാഷേട്ടനെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് ആശ്ചര്യം തോന്നുക. സുനന്ദയെ സുഭാഷേട്ടൻ ഇഷ്ടമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സുനന്ദയെ കല്യാണം കഴിക്കാൻ വേണ്ടി ക്ഷേത്രത്തിൽ വരെ വന്നതാണ് സുഭാഷേട്ടൻ. വിഷമമുണ്ടെങ്കിലും പുറത്ത് കാണിക്കാറില്ല. ഇപ്പം ആ പയ്യന്റെ വീട്ടുകാരോട് സുനന്ദയും കുടുംബത്തെ പറ്റിയും നല്ലത് പറഞ്ഞിരിക്കുന്നു. നികേഷ് പറയുന്നു, സുഭാഷേട്ടന് സുനന്ദയെ ഒരുപാട് ഇഷ്ടമാണ്. സുനന്ദയെ കുറിച്ച് മോശമായിട്ട് പറയാൻ സുഭാഷേട്ടന് കഴിയില്ല. നിധി പറയുന്നു, ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നത് വലിയ കാര്യമാണ്. നീ നോക്കിക്കോ, സുഭാഷേട്ടന് നല്ലൊരു കല്യാണം നടക്കും. നല്ലൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് സുഭാഷേട്ടൻ സന്തോഷമായിട്ട് ജീവിക്കും. നികേഷ് പറയുന്നു, നടന്നാ നല്ലതായിട്ടത്തെ. അപ്പൊ നിധി പറയുകയാണ്, ഞാനാ പറയുന്നത് നടക്കും. നീ എഴുതി വെച്ചോ നികേഷ്, സുഭാഷേട്ടന് നല്ലൊരു പെൺകുട്ടിയെ കിട്ടും. തുടർന്ന് സുഭാഷും സുധീഷും സംസാരിച്ചുകൊണ്ട് റോഡ് സൈഡിലൂടെ നടന്നു വരികയാണ്. സുനന്ദയുടെ വീട്ടിൽ വിവാഹ നിശ്ചയത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. സുഭാഷും സുധീഷും അവിടേക്ക് ശ്രദ്ധിക്കുകയാണ്. സുഭാഷ് പറയുന്നു, നീ അങ്ങോട്ടേക്ക് നോക്കണ്ട, നേരെ നോക്കി നടക്ക്. ജനലിന്റെ അരികിലേക്ക് വന്ന സുനന്ദ കണ്ണു നിറഞ്ഞ് സുഭാഷിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. സുധീഷ് സുനന്ദയെ ശ്രദ്ധിക്കുന്നുണ്ട്. സുഭാഷ് സുനന്ദയെ കാണാത്ത രീതിയിൽ മുന്നോട്ട് നടക്കുകയാണ്. സുധീഷ് പറയുന്നു, സുഭാഷേട്ടാ കണ്ടോ, ജനല് വഴി ഒരു കണ്ണ് സുഭാഷേട്ടനെ തന്നെ നോക്കുന്നുണ്ട്. ഇത് കേട്ട് കണ്ണു നിറഞ്ഞ് സുനന്ദയെ നോക്കുകയാണ് സുഭാഷ്. സുധീഷ് പുഞ്ചിരിച്ച് അവരെ ശ്രദ്ധിക്കുന്നു. തുടർന്ന് മുന്നോട്ട് നടക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, സുഭാഷേട്ടന് വിഷമമുണ്ടോ? സുഭാഷ് പറയുകയാണ്, എനിക്ക് എന്ത് വിഷമം, അങ്ങനെയൊന്നുമില്ല, നീ വാ. തുടർന്ന് വീട്ടിലേക്ക് വന്ന സുഭാഷ് പാചകം ചെയ്യുകയാണ്. സുനന്ദയെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ച് നിൽക്കുകയാണ് സുഭാഷ്. കറി പാത്രത്തിന്റെ അടിയിൽ പിടിച്ച് കരിഞ്ഞിട്ടും സുഭാഷ് അറിയുന്നില്ല. ഹോളിലേക്ക് വന്ന നിധി ചോദിക്കുന്നു, ഒരു കരിഞ്ഞ മണം വരുന്നില്ലേ? അടുപ്പിൽ എന്തോ കരിയുന്നത് പോലെയുണ്ട്. നികേഷ് പറയുകയാണ്, ശരിയാ, നമ്മുടെ കിച്ചണിൽ നിന്നാണല്ലോ. സുഭാഷേട്ടാ എന്താ കരിയുന്നത്? ഏത് കേട്ട് അയ്യോ എന്ന് പറഞ്ഞ് ആ ചൂട് പാത്രത്തിലേക്ക് തൊടുകയാണ് സുഭാഷ്. കയ്യിൽ ഊതിക്കൊണ്ട് ആ കറി എടുത്തു മാറ്റുകയാണ് സുഭാഷ്. തുടർന്ന് സുഭാഷ് പറയുന്നു, പാത്രത്തിന്റെ അടിയിൽ കരിഞ്ഞു പിടിച്ചതാ, എന്റെ ശ്രദ്ധയൊന്ന് പോയപ്പോഴേക്കും അത് കരിഞ്ഞു. നിധി പറയുന്നു, സാരമല്ല സുഭാഷേട്ടാ, കുറച്ചേ കരിഞ്ഞിട്ടുള്ളൂ, ഞാനും സുഭാഷേട്ടനെ ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ നിധിയും സുഭാഷിനെ സഹായിക്കുകയാണ്. അടുക്കളയിലേക്ക് വന്ന സുഭാഷ് പറയുന്നു, ഞാൻ എല്ലാം കൊണ്ടുവച്ചു, കറി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ. നിധി പറയുകയാണ്, എല്ലാം കൊണ്ടുവച്ചു, നമ്മൾ ഒരുമിച്ചല്ലേ കൊണ്ടുവച്ചത്. ശരി വാ കഴിക്കാന്ന് പറഞ്ഞ നിധിയെയും കൂട്ടി ഭക്ഷണം കഴിക്കാനായി എല്ലാവരുടെയും ഒപ്പം വന്നിരിക്കുകയാണ് സുഭാഷ്. എന്നും എല്ലാവർക്കും കറികളൊക്കെ വിളമ്പി കൊടുക്കുന്ന സുഭാഷ് ഇന്നത് ശ്രദ്ധിക്കുന്നതേയില്ല. നിധിയും സുധീഷും സുഭാഷിനെ ശ്രദ്ധിക്കുന്നു. ശേഷം ഹരീഷിനും നികേഷിനും ചോറും കറികളും ഒക്കെ വിളമ്പി കൊടുക്കുകയാണ് സുധീഷും നിധിയും. തുടർന്ന് കറിയിലെ ഉപ്പ് കാരണം കഴിക്കാനാകാതെ നികേഷ് ചോദിക്കുന്നു, സുഭാഷേട്ടാ എന്താ ഇത്, എന്തൊരു ഉപ്പാ, ഉപ്പ് കൂടുതലാണോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നികേഷ് പറയുകയാണ്, കഴിച്ചു നോക്ക് സുഭാഷേട്ടൻ. കഴിച്ചു നോക്കിട്ട് സുഭാഷ് പറയുന്നു, ശരിയാടാ, ഞാൻ 2 തവണ ഉപ്പിട്ടെന്ന് തോന്നുന്നു. നിധി പറയുന്നു, അത്രയ്ക്ക് ഉപ്പൊന്നുമില്ല സുഭാഷേട്ടാ, എനിക്ക് വേണ്ടാന്ന് നികേഷ് പറയുമ്പോൾ സുഭാഷ് പറയുകയാണ്, നികേഷ് വേറെ കറികളുണ്ടല്ലോ, നീ അത് കൂട്ടി കഴിക്ക്, അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങാം. സുധീഷ് പറയുന്നു, സാരമില്ല സുഭാഷേട്ടാ, അത്രയ്ക്ക് ഉപ്പൊന്നുമില്ല. ഹരീഷ് പറയുന്നു, സുഭാഷേട്ടാ ഉപ്പിച്ചിരി കൂടുതലാ, പക്ഷേ കഴിക്കാവുന്നതേ ഉള്ളൂ. എടാ നികേഷ്, നിനക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മറ്റു കറികൾ കൂട്ടി കഴിക്കൂ. ഇത് കേട്ട് നികേഷ് അത് കഴിക്കുമ്പോൾ സുഭാഷ് പറയുന്നു, നികേഷ് നിനക്കത് വേണ്ടെങ്കിൽ മാറ്റ്. നികേഷ് പറയുകയാണ്, സാരമില്ല സുഭാഷേട്ടാ, ഇപ്പൊ എനിക്ക് അത്ര ഉപ്പ് തോന്നുന്നില്ല, കഴിക്കാവുന്നതേ ഉള്ളൂ. സുഭാഷ് വിഷമത്തോടുകൂടി ആലോചിച്ചിരിക്കുമ്പോൾ നിധിയും സുധീഷും സുഭാഷിനെ ശ്രദ്ധിക്കുന്നുണ്ട്. സുഭാഷേട്ടാന്ന് സുധീഷ് വിളിക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, എന്താടാ എന്തെങ്കിലും വേണോ? സുധീഷ് പറയുന്നു, വേണ്ട, സുഭാഷേട്ടനും കഴിക്ക്. സുഭാഷ് പറയുന്നു, എനിക്കിപ്പോ വേണ്ട, ഞാൻ പിന്നെ കഴിക്കാം. അങ്ങനെ സുഭാഷ്
ആലോചിച്ചിരിക്കുമ്പോൾ വിഷമത്തോടുകൂടി സുഭാഷിനെ ശ്രദ്ധിക്കുകയാണ് എല്ലാവരും. തുടർന്ന് സുഭാഷ് സുനന്ദയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കുകയാണ്. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.